നിങ്ങൾ ഷുഗർ ഫ്രീ ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുണ്ട? നല്ല മധുരവുമാണ്, പഞ്ചസാര ഇട്ട് ചേർക്കണമില്ല. ഷുഗർ ഫ്രീ ഐസ്ക്രീം, ഷെയ്ക്ക്, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ലെറ്റ്സ് സീ. കണ്ടിട്ട് അമൂലിന്റെ പരസ്യം പോലെ ഉണ്ടല്ലേ. ഇത് ഇരിക്കുന്ന ഐറ്റംസിന് എല്ലാത്തിനും പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഷുഗർ ഫ്രീ ആണ്. ഷുഗർ ഫ്രീ ഐസ്ക്രീം, ഷുഗർ ഫ്രീ ഷുഗർ ഇതിട്ടിട്ടാണ് ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയത്. ഈ ഷെയ്ക്കിൽ ഈ ഐസ്ക്രീം, ഷുഗർ, പിന്നെ ഈ ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഷുഗർ ഫ്രീ ചോക്ലേറ്റ്, ഇത് ഷുഗർ ഫ്രീ കുക്കീസ്, ഷുഗർ ഫ്രീ മിൽക്ക് ഷേക്ക്, ഷുഗർ ഫ്രീ ഗുലാബ് ജാമുൻ. ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. നമ്മൾ മൊത്തത്തിൽ ഒരു എറണാകുളം, തൃശ്ശൂർ ഈ ഒരു ഏരിയയിൽ ഷുഗർ ഫ്രീ ഐറ്റംസ് എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ നോക്കിയപ്പോൾ ബെറ്റർ ആയിട്ട് കണ്ടുപിടിച്ചൊരു ഷോപ്പാണിത്. ഇത് ചെറായിലാണുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ ഇവിടെ വന്നത്. ഇവരുടെയും പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടാ. ഇപ്പൊ ആദ്യം നമുക്ക് ഷെയ്ക്ക് കഴിച്ചു തുടങ്ങാം. ഇതിന്റെ ഒരു ഫ്ലേവറാണ് ഷാഹി അഞ്ചറിന്റെ ഫ്ലേവറാണ്. ഷാഹി അഞ്ചർ എന്ന് വെച്ചാൽ അത്തിപ്പഴം. അതുപോലെ തന്നെ ഷെയ്ക്കിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാനില ഐസ്ക്രീം ഇട്ടൊരു ഷെയ്ക്ക് അടിക്കുന്നുണ്ട്. അത് പോരാ, അത് ട്രൈ ചെയ്യണ്ട. അതെനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. ബെറ്റർ വാനില ഐസ്ക്രീം പ്ലസ് ഷുഗർ ഫ്രീ ഡാർക്ക് ചോക്ലേറ്റ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ ഷെയ്ക്ക്. ഷെയ്ക്കിൽ പിന്നെ ഷുഗർ ഫ്രീ ഓപ്ഷൻസ് ഉള്ളത് ദേസി കുപ്പയിലുണ്ട്. ദേസി കുപ്പയിൽ വേ പ്രോട്ടീൻ അല്ലെങ്കിൽ നാച്ചുറൽ വേ പറഞ്ഞിട്ട് അതിൽ ഷുഗർ ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു തരും. അത് നൈസാണ്. മധുരം ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, 2 പേരായിട്ട് പോയി പറയണം, എന്നാലേ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്ന. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഫ്രീ അവിൽ മിൽക്ക് കിട്ടും. മൗസി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സിസ്റ്റം കൊള്ളാം. ഐറ്റം റെഡി ആകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എത്തി ഒച്ചെടുത്തോണ്ടിരിക്കും. അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു അവിൽ മിൽക്ക് ഞാൻ അഴീക്കോടത്ത് ഒരു കടയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അതാൾ മധുരമിടാതെ ഉണ്ടാക്കി തന്നു. പക്ഷേ ഫ്രൂട്ട്സ് ചേർക്കണോണ്ട് തന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായതിന്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിന് പകരമായിട്ട് ഈ സംഭവം കഴിക്കുന്നതിനോട് എനിക്ക് ഒപ്പീനിയൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ടേസ്റ്റ് ഇല്ല. പിന്നെ ചോക്ലേറ്റിൽ വേറൊരു 1-2 ഓപ്ഷൻ ഉണ്ട്. അത് ഇതിനെക്കാട്ടും ഭയങ്കര മോശമാണ്. ഞാൻ അവിടെ ഫോട്ടോ എടുക്കാം. അത് ആരും പോയി മേടിക്കരുത്. ഇതും വെറുതെ നോക്കാൻ വേണ്ടി മേടിക്കേണ്ട കാര്യമില്ല. ഇത് എന്തിലെങ്കിലുമൊക്കെ ഇട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. കുക്കീസ് കഴിച്ചോളാം. ഇത് ഷുഗർ ഫ്രീ കുക്കീസാണ്. ഇതൊക്കെ ഹെൽത്തി ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ ആക്ച്വലി ഷുഗർ ഫ്രീ കഴിക്കുമ്പോൾ ഷുഗർ ഉള്ളത് കഴിക്കണേക്കാട്ടും ബെറ്റർ ആണോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ ലാസ്റ്റ് ചെറിയ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇത് കഴിച്ചോക്കാം. ഇത് സാധനം കൊള്ളാം. ചെറിയൊരു മധുരമുണ്ട്. നമ്മുടെ ബട്ടറിന്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ടേസ്റ്റ് യൂണിബിക്കിൻ്റെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ്. ഇത് കാഷ്യൂവിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ബിസ്ക്കറ്റിനൊന്നും ഒട്ടും മധുരമില്ല. അത് കഴിക്കാം, പക്ഷേ കംപ്ലീറ്റ്ലി ഷുഗർ ഫ്രീ ആണ്, ഒട്ടും മധുരമില്ല. ഇത് ക്രീം ബിസ്ക്കറ്റാണ്, കിടിലനായിട്ടുമാണ്. ഞാൻ ഐസ്ക്രീം വെച്ചോളാം. വേറെ ഷുഗർ ഫ്രീ ഐറ്റംസ് പോലെ അല്ല ഐസ്ക്രീം സാധാരണ നമ്മൾ കഴിക്കണ ഐസ്ക്രീമിൻ്റെ പോലെ തന്നെ മധുരം ഇതിലുണ്ട്. ഇതൊക്കെ ആക്ച്വലി മധുരമുണ്ട്. പക്ഷെ ഇതെങ്ങനെ മധുരം എന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ്, നോൺ കാലറിക് സ്വീറ്റ്നറാണ്. നമ്മൾ ഷുഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്ററാണ് ഈ സാധനം കഴിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻഡിൽ പറഞ്ഞുതരാം. ഐസ്ക്രീമിൽ ഞാൻ കഴിച്ചേക്കണത് ഇവരുടെ മൊത്തം 3 ഫ്ലേവറാണ് ഉള്ളത്. അതിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും വെച്ചാൽ. അതിൽ ഒന്നിത്, പിന്നെ ബദാം, പിന്നെ വാനില. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വാനില, അത് കഴിഞ്ഞാൽ ബദാം, അത് കഴിഞ്ഞാൽ ഇത്. എല്ലാം കൊള്ളാം. പിന്നെ ഉള്ളത് കുൽഫി. ഒരു കുൽഫി തന്നെ ഉണ്ടായി ഷുഗർ ഫ്രീ. അത് ആക്ച്വലി ഷുഗർ ഫ്രീ ആണെന്ന് തന്നെ ഒന്നും തോന്നൂല. നോർമലി കുൽഫി കഴിക്കുന്ന പോലെ തന്നെയാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞത്. പിന്നെ ഷുഗർ ഫ്രീ ലെസ്സി ഉണ്ട്, അതും ഇവിടെ അവൈലബിൾ അല്ല ഇപ്പോൾ കാണിക്കാനായിട്ട്. ഇത് സീസണലാണ്, എപ്പോഴും ഉണ്ടാവണം എന്നില്ല. പല സാധനങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടൊക്കെ വരേണ്ടി വരും. ഇത് അമൂലിന് മാത്രമല്ല മിൽമയുടെ ഐസ്ക്രീം അവൈലബിൾ ആണ്.
അത് 20 രൂപയുടെ വരെ അവൈലബിൾ ആണ്. SM പുരത്തെ മിൽമയിലാണ് ഈ സംഭവം കിട്ടണം. വേറെ കടകളിലൊന്നും കിട്ടൂല. ഞാൻ കുറേ കട അന്വേഷിച്ച് നോക്കിയതാണ്. ഈ കടയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ അടച്ചിട്ടേക്കായിരിക്കും. അപ്പോൾ അവിടെ പോകണവരതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മിൽമയുടെ പേട കിട്ടും അവിടെ. അത് പക്കാ പേടയുടെ ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് മിൽമയുടെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയാണ് ഐസ്ക്രീം കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ലണ്ടൻ ഡയറിയുടെ ഉണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. ലുലുവിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി കോസ്റ്റ് ഉണ്ടാവും. ഇതിന് 45 ആണെങ്കിൽ അത് 150 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ഷുഗർ ഫ്രീ ഐസ്ക്രീമിലുണ്ട്. കുടിച്ചോ. ഇതിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഏലക്ക ഉണ്ട്, പിന്നെന്താ കേസർ. ഇതിൽ ആ ഫ്ലേവർ ഉണ്ട്, പക്ഷെ മധുരമില്ല. കുഴപ്പമില്ല, കുടിച്ചോട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ മധുരമില്ലാത്തില്ലേ? അങ്ങനെയല്ല. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാണ്ട് എന്ത് ചവറാണെങ്കിലും ഇറക്കാം. ഒരു സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഇതുപോലെ ഒരു ചവർ സാധനമാണ്. അത് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷുഗർ ഫ്രീ ആണെങ്കിലും അത്യാവശ്യം മധുരമുള്ള, അല്ലെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ഷുഗർ ഫ്രീ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ മധുരം ഇടാണ്ട് കുടിച്ചാൽ മതി. ടേസ്റ്റ് ബേസിലാണ് നമ്മൾ ഈ പറഞ്ഞ സാധനം റിവ്യൂ ചെയ്യണം. ഈ സാധനം കൊള്ളാം. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം കൊള്ളാം. മധുരത്തിന്റെ കുറവുണ്ട്. ഇത് നല്ല ഹൈ പ്രോട്ടീൻ മിൽക്ക് ഷേക്കാണ്. ഇതിൽ ആഡഡ് ഷുഗർ ഒന്നുമില്ല, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഷുഗർ ഫ്രീ ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇതിൽ കാലറീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഷുഗർ ഫ്രീ ആണ് ഭയങ്കര നല്ലത്. എൻ്റെ ഫേവറേറ്റ് ഇതാണ് ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ. ബൈ ദ വേ ഓർബിറ്റിൻ്റെ ചൂയിങ്ങോ എല്ലാം ഷുഗർ ഫ്രീ ആണ് കേട്ടോ. ഇനി ഇത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു സാധനം. എനിക്ക് ഇഷ്ടമാണ് ഗുലാബ് ജാമുൻ. ഇതല്ല ഇത് മറ്റേ നമ്മൾ പരസ്യത്തിലെ കാണുന്ന പോലെ അത്ര സോഫ്റ്റ് അല്ല. അത് ഈ വെള്ളം എങ്ങനെ ഉണ്ട് നോട്ടെ. ഒടുക്കത്തെ മധുരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷുഗർ ഫ്രീ അയച്ചിട്ട് ഒടുക്കത്തെ മധുരം. ഓവർ മധുരം സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നി. ഞാൻ കുറെ നാളായിട്ട് ഷുഗർ കഴിക്കാറില്ല. ഒരു 71 ദിവസമായി ഷുഗർ കഴിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മധുരം കഴിക്കുമ്പോഴത്തേനും ഓവർ മധുരമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അത് ഈ വീഡിയോനെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരുത്തനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവൻ ഇത് കഴിച്ചിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് അവന്റെ റിവ്യൂ കൂടി പറയണതായിരിക്കും. ഞാൻ ആദ്യം ഇതൊന്ന് കഴിച്ചു നോക്കിയേ. സാധാരണ ഒരു ഗുലാബ് ജാമുനായിട്ട് നോക്കുമ്പോ ഈ സാധനം എങ്ങനെയാണ്? അതിനൊരു ഇത് കഴിച്ചാൽ മതി എന്നാണോ? ഇതാണ് ഇഷ്ടപ്പെട്ടത്. മറ്റേതായിട്ട് ഞാൻ വരും ഇതധികം മധുരമില്ല. ഓക്കെ, ആ എന്നെ നീ മുഴുവൻ ഫിനിഷ് ചെയ്തോളൂ അല്ലേ? ഗുലാബ് ജാമുൻ നമുക്ക് പൊതിഞ്ഞെടുക്കാം, ബാക്കി മുഴുവൻ ഫിനിഷ് ചെയ്തു. സാധനങ്ങളൊക്കെ അവൻ തീർത്തിട്ടുണ്ട്. അവൻ ഇത് രണ്ടും ഇഷ്ടപ്പെടാതിരുന്നോണ്ട് ഇത് രണ്ടും ബാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇത്ര ഐറ്റംസ് മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനമാണ് ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് അല്ലേ, മൊത്തത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഐസ്ക്രീം ഇതിപ്പം മധുരമില്ലാത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഷുഗറിന് പകരം നമ്മൾ വേറെ എന്ത് ചേർക്കണം എന്നുള്ളതാണ്. ഇപ്പം നോർമലി സ്റ്റെവിയ, മാൽറ്റിറ്റോള്, സുക്രലോസ് ഇങ്ങനെ 2-3 സാധനങ്ങളാണ് ചേർക്കണത്. ഇപ്പം ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇതിൽ ബെറ്റർ ആയിട്ടുള്ളത് സ്റ്റെവിയ ആണ്. ഇതിൽ പ്ലാൻ ബേസ്ഡ് സ്വീറ്റ്നറാണത്. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. ഷുഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണിത്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയൊരു കഴിച്ച് കഴിയുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും ഫീൽ ചെയ്തില്ലേ. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അങ്ങനെ വരാതിരിക്കാനാണ് മാൽറ്റിറ്റോൾ അല്ലെങ്കിൽ സുക്രലോസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഐസ്ക്രീമിലൊക്കെ നമ്മൾ അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ അത് തോന്നാത്തത് അതിൽ വേറെ കണ്ടന്റ് യൂസ് ചെയ്തേക്കണോണ്ടാണ്. ഇത് ഷുഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ബെറ്റർ ആണ്. ഇതിനുള്ളൊരു ബാഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ
വയറിന് ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ചെറുത്, പക്ഷെ എനിക്ക് ഇതുവരെ കഴിച്ചിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഐസ് കമ്പയർ ചെയ്യുമ്പോഴും വലിയ കൂടുതലൊന്നുമില്ല. പറഞ്ഞ ഐറ്റത്തിന് 25 രൂപ, ഈ ഐസ്ക്രീമിന് 45, പിന്നെ ഇതിന് 30 രൂപ എന്തോളൂ. പക്ഷെ ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യണില്ല. ഇത് 55 രൂപ. ഇതിന് വില കൂടുതലാണ്, 290 രൂപ വരും. ഇത് 200 സംതിങ്, 210 ആ റേഞ്ചിൽ വരും. ഈ ഷെയ്ക്കിന് 150 ആണ് മേടിച്ചത്, കാരണം ഈ 2 ഐറ്റംസ് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൂടുതലൊന്നുമില്ല. ഇതിലിപ്പോൾ ഡയബറ്റീസ് ഉള്ളവരുടെ കാര്യം പറയാം. ഡയബറ്റീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഷുഗർ കഴിക്കണേക്കാളും ബെറ്റർ ആയിരിക്കും ഈ ഐറ്റംസ് കഴിക്കുന്നത്. എന്ന് വെച്ച് ഇത് റെഗുലർലി കഴിക്കാനല്ല, നമുക്കിപ്പോൾ ഒരു ക്രേവിങ് വന്നു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഷുഗർ ഫ്രീ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇത് കഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കിട്ടും, ഈ പറഞ്ഞ അത്രയും കാലറിയും കയറില്ല, ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുകയുമില്ല. അതേ സമയത്ത് ചോക്ലേറ്റ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് കഴിച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഇതിൽ മധുരമില്ല. അപ്പോൾ പിന്നെ നമ്മൾ മധുരമുള്ള ചോക്ലേറ്റ് മേടിച്ച് കഴിക്കാത്രേ ഉള്ളൂ. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവരുടെ കാര്യം അങ്ങനെയാണ്. വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാലറി നോക്കാം. ഇപ്പോൾ ഇതിൽ 100 ഗ്രാമിന് 500 കാലറി ഉണ്ട്. ഇതിന് ഷുഗർ ഇല്ല, പക്ഷെ ഇതിന് കാലറി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മിക്സ് ചെയ്യണ ഐറ്റം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാലറി നോക്കാം, അല്ലാതെ ജസ്റ്റ് ഷുഗർ മാത്രം നോക്കാതിരിക്കുക. ഓക്കെ, പിന്നെ എല്ലാ സംഭവത്തിലും എഴുതിയേക്കുന്ന സംഭവം വായിച്ചു നോക്കാം. പിന്നെ റെഗുലർലി കൺസ്യൂം ചെയ്യാണ്ടിരിക്കുക. ചിലരൊക്കെ പറയണേക്കാറുണ്ട് ഇത് ആ വലിയ കെമിക്കലാണ്, വിഷമാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാനൊരു ഡോക്ടറൊന്നും അല്ല, അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു മാത്രം. ഞാനും ഇങ്ങനെയൊക്കെ തന്നെ അന്വേഷിച്ച് അറിഞ്ഞതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നത്,